തലയ്ക്ക് മുകളിൽ പതിയിരിക്കുന്ന വലിയ അപകടത്തിന്റെ ആശങ്കയിൽ നിരവധി വീട്ടുകാർ. ശാസ്താംകോട്ട പോരുവഴി ചാണായിക്കുന്നം ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം. ശക്തമായ കാറ്റിനെ തുടർന്ന് ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് സമീപത്തുനിന്ന് ആഞ്ഞിലിമരം ചാഞ്ഞു വീഴുകയായിരുന്നു. ഏകദേശം 16 ദിവസമായി സംഭവം നടന്നിട്ട്. ഇതിനെ തുടർന്ന് KSEB അധികൃതർ, പഞ്ചായത്ത് അധികൃതർ എന്നിവരെ പ്രദേശവാസികൾ വിവരവും അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും ലൈനിനു മുകളിൽ നിന്ന് മരം നീക്കുവാനുള്ള നടപടികളായിട്ടില്ല. സ്കൂൾ വിദ്യാർത്ഥികൾ, മറ്റ് യാത്രക്കാർ, ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, സ്കൂൾ വാഹനം എന്നിവ കടന്നുപോകുന്ന വഴിയാണിത്. മരം വീണു കിടക്കുന്ന ലൈൻ വഴി ഇപ്പോഴും വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്. മറഞ്ഞു കിടക്കുന്ന മരത്തിലും വൈദ്യുതി ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പൊ എത്ര ദിവസമായി? 20 ദിവസമായി. 20 ദിവസത്തിനിടയിൽ പഞ്ചായത്ത് മെമ്പറെ അറിയിച്ച്, പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ച്, എന്നിട്ടൊന്നും യാതൊരു വിവരവും ഇല്ല. KSEB ആദ്യമേ അറിയിച്ച്. അപ്പോൾ അവരോട് ദേവസ്വം ബോർഡിന്റെ ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചായത്ത് മെമ്പറെ കണ്ട് പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പറെ കഴിഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് പറഞ്ഞു. എന്നിട്ടൊന്നും ഇതൊന്നും ധാരണയായിട്ടില്ല. ഇതുവരെ ഇതിന് പരിഹാരമായിട്ടില്ല. ഇത് കൊച്ചുകുട്ടികളടക്കം യാത്ര ചെയ്യുന്ന വഴിയായതല്ലേ? ഈ കൊച്ചുകുട്ടികൾ മാത്രമല്ല, ഇത് മുതിർന്നു പോകുന്നുണ്ട്, ബൈക്കിനകത്ത് യാത്ര ചെയ്യുന്നവരുണ്ട്, കാറുള്ളവരും ഉണ്ട്. ഈ അവസ്ഥയാണ് ഈ കാണിച്ചിരിക്കുന്നില്ലേ? വളരെ അപകടകരമായ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസവും പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ അനുകൂല മറുപടി ലഭിച്ചിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. സംഭവത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.